തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മുസ്ലിം വീടുകൾ സന്ദർശനം നടത്താൻ ബി.ജെ.പി. എല്ലാ മുസ്ലിം വീടുകളിലും ബി.ജെ.പിയുടെ വികസന സന്ദേശം അറിയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പാർട്ടി ഒരു മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കുറച്ചു കാലമായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ മനസ്സിൽ ഒരു വിഷം നിറച്ച് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണ് CPM-ഉം കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ സത്യം എന്താണ്? ഈ പാർട്ടി ആഗ്രഹിക്കുന്ന രീതിയും കാഴ്ചപ്പാടും എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അതാണ് സത്യം. കൂടെ ഉണ്ടാവും ഞങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം. ഇതിൽ രാഷ്ട്രീയമില്ല, ഇത് വോട്ട് പിടിക്കാനല്ല. ആരെയും വിവരങ്ങൾ നൽകാനായി ഷിജോ കുര്യനുണ്ട്. ഷിജോ, വിശദാംശം. അജി, ഒരു മുസ്ലിം ഔട്ട്റീച്ച് പരിപാടിയുമായിട്ടാണ് BJP ഇപ്പോൾ രംഗത്തിറങ്ങാൻ വേണ്ടി പോകുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തുക എന്നുള്ള ഒരു തന്ത്രം കൂടി ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കാണേണ്ടി വരും. അപ്പോഴും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഇത് ഒരു വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ല, അതിനെ അങ്ങനെയല്ല കാണേണ്ടത്. മുസ്ലിങ്ങളെ BJPയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ പാർട്ടി അങ്ങനെയൊന്നുമല്ല, മുസ്ലിങ്ങളുടെ കാര്യങ്ങളിലും ഇടപെടുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു മുസ്ലിം ഔട്ട്റീച്ച് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ VC ആയിട്ടുള്ള ഡോക്ടർ അബ്ദുൽ സലാം ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക എന്നുള്ളൊരു കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്. എന്താണ് ഇതിന് പിന്നിലെ രാഷ്ട്രീയം എന്നുള്ളത് സാധാരണ നിലയിൽ മനസ്സിലാകും. മുസ്ലിം ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ BJP ഇങ്ങനെ ഒരു മുസ്ലിം ഔട്ട്റീച്ച് പരിപാടിയിലൂടെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത്.